കിടിലനായിരുന്നു. കണ്ടിരുന്നു അവിടെ തന്നെ മുന്നിൽ തന്നെ അനങ്ങാതെ ഒന്നും സമയം പോയതൊന്നും അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. സൂപ്പർ പടം. കൂടുതലും ബ്ലസ്സി പടം തന്നെ. പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു. കൊള്ളാം, നല്ല പടം, നല്ല മൂവിയാണ്. നല്ലൊരു പടം. കൂടുതൽ പറയാന്നുള്ള നമ്മൾ കുറച്ച് ആൾ ഗൾഫിലായിരുന്നു, നമുക്കറിയാം ഈ അവസ്ഥ എന്താണ്. എണ്ണ നിറഞ്ഞു പോയി. സൂപ്പർ സിനിമയായിരുന്നു. വളരെ നല്ലതാണ്. ലൈക്ക് ഇത്രയും നാളെടുത്ത് ബിൽഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു മൂവി. ഇറ്റ്സ് വർത്ത് എ വാച്ച്. ഒരിക്കലും പറയാനില്ല. ഇറ്റ്സ് സോ ഗുഡ്, റിയലി ഗുഡ്. ഭയങ്കര നല്ല അമേസിങ് മൂവി. ഡയറക്ഷൻ കാസ്റ്റിംഗ് ആയാലും ഒന്നും ഒരു മിസ്റ്റേക്കായിട്ട് ഒന്നും എടുത്ത് പറയാനില്ല. ഇറ്റ്സ് സോ വെൽ മെയ്ഡ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര എലിവേറ്റിംഗ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. പൃഥ്വിരാജിൻ്റെ പുതിയൊരു രീതിയിലുള്ള ആക്ടിങ് എല്ലാവരും കാണാൻ പറ്റും. ബോഡി ലാംഗ്വേജ് ഒക്കെ പല രീതിയിൽ മാറിയിട്ടുണ്ട്. പൃഥ്വിരാജിനെ അതിനകത്ത് കണ്ടിട്ടില്ല. ക്യാരക്ടറാണ് ജീവനാണ് ഫുള്ള് കണ്ടിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. മസ്റ്റ് വാച്ച് ഫിലിം. നല്ല ഫിലിമായിരുന്നു. നല്ല ബ്ലസ്സിയുടെ നല്ല ഫിലിമായിരുന്നു. നല്ല ദൃശ്യാവിഷ്കാരം. അതുപോലെ പൃഥ്വിരാജ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല ഫിലിം. എക്സലൻറ്റ്. അടുത്ത ലാസ്റ്റ് സീനെല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു. നമുക്ക് വളരെ വിഷമത തോന്നുന്ന അത്രയും യാഥാർത്ഥ്യം, നജീബിൻ്റെ ജീവിതം നമുക്ക് അത്രയും ഇതായിട്ട് തോന്നും. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ശരി, നല്ല ഫിലിം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തീമാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം തന്നെയാണ് ഭൂമിയിൽ ശരിക്കും പാടിനോടൊപ്പം ഉള്ളൊരു ജീവിതം. അത് ബെസ്റ്റ് അഭിനയം. പൃഥ്വിരാജ് അഭിനയിക്കുകയായിരുന്നോ ജീവിക്കുകയായിരുന്നോ എന്നൊരു സംശയം. നല്ല ഫിലിം. നല്ല പടം, നല്ല സിനിമയായിരുന്നു. നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ല ഫിലിമായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. നല്ല ഫിലിമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. മൂവിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. ആ പടം നല്ല പടമാണ്. ഡിമാൻഡ് കൂടുതൽ. ഞാൻ തന്നെ കരഞ്ഞ്. കുടുംബമൊക്കെ പിരിഞ്ഞ് ആ മണപ്പുറത്ത് കാണേണ്ട പടമാണ്. ഫാമിലിയായിട്ട് എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെ. പൃഥ്വിരാജ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലെസ്സിയുടെ ക്രാഫ്റ്റ് വളരെ നന്നായിരുന്നു. ആകെ കുറച്ചൊരു ഡ്രോബാക്ക് ആയിട്ട് വന്നത് പാസ്റ്റിൽ വന്ന കുറച്ച് ഫ്ലാഷ് ബാക്ക് സീൻസിൽ കുറച്ച് ഡ്രാമാറ്റിക്കായി ഫീൽ ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി പെർഫെക്റ്റ് 9 out of 10. നമുക്കത് കരയും, ശരിക്കും കരയും. നന്നായിട്ട് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പടം. ഒരു സെക്കൻഡ് ഇൻ്റർവെല്ലിന് ശേഷം ഫുള്ള് ഫ്രെയിംസൊക്കെ ഭയങ്കര മേക്കിങ്ങൊക്കെ നല്ലതായിരുന്നു. ഫ്രെയിംസൊക്കെ നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് കണക്റ്റ് ആവും, ഇമോഷണലി കണക്റ്റ് ആവും. അതാണ് നല്ല പടം. മസ്റ്റ് വാച്ചാണ്.